കർത്താവിൽ പ്രിയരെ, എല്ലാവർക്കും എൻ്റെ വന്ദനം. നമുക്ക് തലകളെ വണക്കാം പ്രാർത്ഥനയ്ക്കായി. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ പിതാവേ, വലിയ നോയമ്പിൻ്റെ 13-ാം ദിവസം ഇന്നീ ദേവാലയത്തിൽ കടന്നു വരുന്നതിനും ദൈവത്തെ സ്തുതിക്കുന്നതിനും ആരാധിക്കുന്നതിനും നന്ദി കരയേറ്റുന്നതിനും ഞങ്ങളെ ഒരുക്കിയ വൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പിതാവേ, കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. പലവിധ വേദനയിൽ കൂടി, ദുഃഖത്തിൽ കൂടി, പ്രതിസന്ധിയിൽ കൂടി കടന്നു വന്നവരുണ്ടാവാം. പിതാവേ, അവരുടെ ആവശ്യങ്ങളോടൊക്കെ കൂടെ ഇരിക്കണമേ. പിതാവേ, ഇന്ന് വരാൻ സാധിക്കാതെ പോയവരെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവരുടെ ആവശ്യങ്ങളോട് കൂടെ ഇരിക്കണമേ. പിതാവേ, ഇന്നിവിടെ തലകളെ വണക്കിയിരിക്കുന്ന ഓരോരുത്തരെയും വീണ്ടും താഴ്ത്തി സമർപ്പിക്കുന്നു. പിതാവേ, അവിടുന്ന് തന്നെ അവരുടെ മനസ്സിനെ ഏകാഗ്രമാക്കണേ, നിർമ്മലമാക്കണേ. പിതാവേ, തിരുസന്നിധിയിൽ അല്പസമയം ഇരിക്കുന്നതിന് അവരെ ഒരുക്കണമേ. വചനം കേൾക്കുന്നതിന് അവരുടെ മനസ്സിനെ ഒരുക്കണമേ. വിശിഷ്യ അച്ഛനെയും കൊച്ചമ്മയും കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയാൽ അവനവരെ നിറയ്ക്കണം, ബലപ്പെടുത്തണം. പിതാവേ, എളിയദാസനെ താഴ്ത്തി സമർപ്പിക്കുന്നു. അപ്പാ, ഈ വിശ്വാസിക്ക് ഈ ജനത്തിനൊരു ചെറിയ സന്ദേശം കൊടുക്കുവാൻ അവിടുന്ന് തന്നെ ഒരുക്കണമേ, ബലപ്പെടുത്തണം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, ശരിയല്ലേ? ആർക്കും സംശയമില്ലെന്ന് കരുതുന്നു. എന്നാൽ ഓരോരുത്തരുടെയും വിശ്വാസത്തിൽ ഏറ്റക്കുറച്ചുണ്ട്. ദൈവത്തിന് മാത്രമേ അത് അളക്കുവാൻ സാധിക്കുകയുള്ളൂ. തിരുവചനത്തിൽ വിശ്വാസത്തെപ്പറ്റിയും വിശ്വാസികളെപ്പറ്റിയും ധാരാളം പരാമർശിച്ചിട്ടുണ്ട്. അതിൽ ചിലത് മാത്രം ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് വിശ്വാസം? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഫെയ്ത്ത്? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. എബ്രായർ എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 1. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. താഴേക്ക് വായിക്കുമ്പോൾ 5-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്: വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തതുകൊണ്ട് കാണാത്തതാണ്. ആരാണ് ഹാനോക്ക്? ഹാനോക്ക് 300 വർഷം ദൈവത്തോടൊപ്പം നിന്നു, ദൈവത്തോടൊപ്പം നടന്നു. നമുക്കിന്ന് ബൈബിളുണ്ട്, മറ്റു പലതുമുണ്ട്. അക്കാലത്ത് ബൈബിളില്ല, വേദപുസ്തകം എഴുതാത്ത ഒരു കാലഘട്ടത്തിലാണ്. എന്നിട്ടും അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, പറയുന്നത് കേട്ട് അനുസരിച്ച് ദൈവത്തോടൊപ്പം നിന്നു, ദൈവത്തോടൊപ്പം നടന്നു 300 വർഷം. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 22-ാം വാക്യം. ദാനിയേൽ ചാപ്റ്റർ 6 വേഴ്സ് 22. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കുന്നതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് അവയുടെ വായ് അടച്ചു കളഞ്ഞു. ദാനിയേലിനെ സിംഹക്കൂട്ടിൽ ഇടാനായിട്ട് കൽപ്പിച്ചപ്പോൾ അവൻ തൻ്റെ വിശ്വാസത്തിൽ വ്യതിചലിക്കാതെ ഉറച്ചു നിന്നു. സിംഹം എന്നെ കടിച്ചു കീറിക്കൊണ്ടു, എന്നാലും അവൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞു. പഴയ കാലത്തേക്ക് പോയി കഴിഞ്ഞാൽ റോമൻ ചക്രവർത്തി നീരോ ആയിരക്കണക്കിന് വിശ്വാസികളെ കൊന്നൊടുക്കിയതായിട്ട് കാണും. തീ കൊളുത്തിയാണ് ഈ കൃത്യം ചെയ്തത്. ആ വെളിച്ചം കണ്ടിട്ട്
അദ്ദേഹം ആനന്ദിച്ചതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ പത്രോസിനെ എങ്ങനെ കൊല്ലണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്താണെന്നോ, എന്നെ തല കീഴായി ക്രൂശിക്കാൻ. ഒറ്റ വാക്കിൽ ഇവർക്കൊക്കെ സ്വന്തം ജീവൻ രക്ഷിക്കാമായി. ഐ റിപ്പീറ്റ്, ഒറ്റ വാക്കിൽ അവർക്ക് അവരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. എങ്ങനെയാവണം ഒരു ശരിയായ വിശ്വാസിയുടെ മനസ്സ്? ഇത് കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യനാണ്, സ്വല്പം കുഴപ്പമുണ്ടാക്കുന്ന ചോദ്യമാണ് അല്ലേ? 6 വയസ്സുള്ള റോസ് തൻ്റെ നിക്ഷേപക്കുറിപ്പ് തുറന്നു. നാണയങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി. $5.5 അതൊരു കടലാസിൽ പൊതിഞ്ഞ് അവൾ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലേക്ക് പോയി. മെഡിക്കൽ ഷോപ്പ് ഉടമ മറ്റൊരാളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഷോപ്പ് ഉടമ ജോണിൻ്റെ ശ്രദ്ധ തിരിക്കാനായി അവളൊന്ന് ചുമച്ചു. അപ്പോൾ ജോൺ ചോദിച്ചു, കുഞ്ഞെ, നിനക്ക് എന്താണ് വേണ്ടത്? എനിക്കൊരു മിറക്കിൾ വേണം. ജോൺ ആശ്ചര്യത്തോടെ കൗതുകത്തോട് ചോദിച്ചു, കുഞ്ഞ്, മിറക്കിൾ വേണമെന്ന്? അതെ, ഒരു മിറക്കിൾ. എൻ്റെ അനുജൻ രോഗത്താൽ വളരെ വല്ലാത്ത അവസ്ഥയിലാണ്. അവനെ ചെക്ക് ചെയ്ത ഡോക്ടർ പറഞ്ഞത് ഒരു മിറക്കിൾ കൊണ്ട് മാത്രമേ അവനെ രക്ഷിക്കാനാവൂ. ഞാൻ വന്നത് അതിനുള്ള പണവുമായി. ജോൺ ചോദിച്ചു, കുഞ്ഞ്, നിൻ്റെ കയ്യിൽ എത്ര പണമാണ്? അവൾ പറഞ്ഞു, എൻ്റെ സമ്പാദ്യം മുഴുവനുണ്ട്, $5. ജോൺ പറഞ്ഞു, കുഞ്ഞ്, ഈ തുകയ്ക്ക് മിറക്കിൾ ഇവിടെ കിട്ടത്തില്ല. അവരുടെ സംഭാഷണം കേട്ടുകൊണ്ടിരുന്ന ജോണിൻ്റെ സുഹൃത്ത് കൗതുകത്തോടെ അവളുടെ അടുക്കലെത്തി വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. അവൾ പറഞ്ഞു, എൻ്റെ അനുജൻ ഡാനി, അവൻ്റെ തലയിൽ ഒരു മുഴയുണ്ട്. വലിയ ഒരു ഓപ്പറേഷൻ ചെയ്തെങ്കിൽ മാത്രമേ ശരിയാവൂ. എൻ്റെ ഡാഡിക്കും മമ്മിക്കും അത് താങ്ങാവുന്നതിനപ്പുറമാണ്. അദ്ദേഹം പറഞ്ഞു, ആ മിറക്കിൾ എൻ്റെ പക്കലുണ്ട്. അദ്ദേഹം അവളുടെ കൂടെ അവളുടെ വീട്ടിൽ പോയി. ഡാനിയെ കണ്ടു. ഡാനിയെ ആശുപത്രിയിലേക്ക് മാറ്റി. വിദഗ്ധ ഓപ്പറേഷൻ നടത്തി. അവൻ പൂർണ്ണ സുഖം പ്രാപിച്ചു. ആ സന്ദർശകൻ പ്രശസ്തനായ ഡോക്ടർ കാൾട്ടൺ ആംസ്ട്രോങ് ആയി. പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ എന്താണ് കാണുന്നത്? ബാല്യത്തിൻ്റെ നിഷ്കളങ്കത, ആത്മാർത്ഥത, അർപ്പണബോധം, വിശ്വാസത്തിലുള്ള പൂർണ്ണത. അതിലുപരി അവൾ വിശ്വസിച്ചത് അവൾക്ക് കിട്ടി, അവൾ ആഗ്രഹിച്ചത് അത് കിട്ടി. മുതിർന്നവർക്കില്ലാത്ത ഒന്നാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ വാതിലുകളും നിങ്ങളുടെ മുമ്പിൽ അടയപ്പെടുമ്പോൾ ദൈവം നിങ്ങൾക്കായി ഒരു വാതിൽ തുറക്കും. കുഞ്ഞുങ്ങളെ കെട്ടി യേശു പറഞ്ഞത് എന്താണ്? വളരെ ചുരുക്കമായിട്ട് പറയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 16-17. ലൂക്ക് ചാപ്റ്റർ 18, 16 onwards.
യേശുവോ അവരെ അരികെ വിളിച്ച്, പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവർക്ക് ആകുന്നു. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ തൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ യാഗം കഴിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ കഴിവുള്ളവനാണ് ദൈവം എന്ന് അറിയുക കൊണ്ട് അവരുടെ ഇടയിൽ നിന്നും അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 8-ാം വാക്യം. മാത്യു ചാപ്റ്റർ 8 വേഴ്സ് 8. കർത്താവേ, എൻ്റെ പുരയിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. യേശു എന്താണ് പറഞ്ഞത്? ഇസ്രയേലിൽ പോലും ഇത്രയും വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് യേശു അവനോട് പറഞ്ഞു. ആ നിമിഷം ബാല്യക്കാരന് സൗഖ്യം വന്നു. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. വിശദമായി കടക്കാൻ സമയമില്ല. ചുരുക്കമായി പറഞ്ഞാൽ, കവർന്നഹൂമിലെ ശതാധിപൻ്റെ വിശ്വാസത്തിൻ്റെ തീവ്രതയാണ് നാം ഇവിടെ കാണുന്നത്. ശതാധിപൻ പറഞ്ഞത് എന്താണ്? നീ ഇവിടെ നിന്നും ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 21-22 ഇപ്രകാരം കാണുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് കൽപ്പിച്ചാലും അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു. യേശു ബഥാന്യയിൽ ചെന്നപ്പോൾ മാർത്തയുടെയും മറിയയുടെയും സഹോദരൻ ലാസർ മരിച്ച് 4 ദിവസമായി കല്ലറയിൽ വച്ചിട്ട് എന്ന് അറിയുന്നു. നമുക്കറിയാം ലാസറിനെ ദൈവം ഉയർപ്പിച്ചതായി. വിശദമായി അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിങ്ങളെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരുടെ അകമഴിഞ്ഞ വിശ്വാസം ആണ് നാം ഇവിടെയൊക്കെ കാണുന്നത്. തിരുവചനത്തിൽ നിന്നും 5 പേരെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഒന്നാമതായി ഹാനോക്ക്, രണ്ടാമതായി ദാനിയേൽ, മൂന്നാമതായി അബ്രഹാം, നാലാമതായി ശതാധിപൻ, അഞ്ചാമതായി മാർത്ത മറിയ, കൂടാതെ ആറാമതായി കൊച്ചു കഥയിലെ ബാലിക റോസ്. ഇവരിലൊക്കെ നാം കോമണായി കാണുന്നത് എന്താണ്? ഒറ്റ കാര്യമാണ് അവിടെ കാണുന്നത്. എല്ലാവരും അകമഴിഞ്ഞ വിശ്വാസം. ഏത് പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ദൈവത്തെ തള്ളിക്കളയാത്ത വിശ്വാസം. ഇതാണ് നാം അവിടെ കാണുന്നത്. ഓരോരുത്തരും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ജീവിക്കുന്നത് വിശ്വാസികളെ വേട്ടയാടുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതിനോട് എങ്ങനെയാവും നമ്മൾ പ്രതികരിക്കുക? ആ ചോദ്യം എന്നോടും
പ്രിയപ്പെട്ട ദൈവമക്കളോട് എല്ലാവരോടും ഉള്ളതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.